കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ യഹോവ പറയുകയാണ്, അവൻ്റെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു എന്ന് ദാവീദ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യന് രോഗം വരുന്നത് പല രീതികളിലാണ്. ഒന്നേ വൈറസുകളാൽ അവർക്ക് പനി വരാം, അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് വയ്ക്കാം, ആക്സിഡൻറ്റ് മുഖാന്തരം അവർ രോഗിയായി തീരാം, പാപത്ത് കൊണ്ടും ശാപം കൊണ്ടും ആവശ്യമില്ലാത്ത ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യൻ രോഗിയായി തീരുന്നു. പക്ഷേ ആ ഒരു രോഗശൈലിയിരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് വിടുവിക്കുമെന്ന് ഇവിടെ വചനം പറയുന്നു. നാം നോക്കുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്ത് ഉണ്ടായിരുന്ന ആ സമയത്ത് 38 വർഷം ബെഥസ്ദാ കുളത്തിൻ്റെ കരയിൽ ഒരു രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവനെ വിടുവിച്ചതായി കാണുന്നു. 12 വർഷം രക്തസ്വരൂപമായിരുന്ന ആ സ്ത്രീയെ വിടുവിക്കുന്നതായി കാണുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതായിട്ട് കാണുന്നു. അല്ലാതെ പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ യോബ് വളരെ തകർക്കപ്പെട്ട് രോഗിയായി തീർന്ന ഒരു മനുഷ്യനാണ്. കർത്താവ് അതിൽ നിന്നെല്ലാം മനുഷ്യനെ വിടുവിക്കുന്നു. അതേപോലെ തന്നെ ഹിസ്കിയ രാജാവിൻ്റെ മേൽ കർത്താവ് ഒരു മരണത്തിന് തക്കതായിട്ടുള്ള ഒരു രോഗമിട്ടുവെങ്കിലും അതിൽ നിന്ന് ഹിസ്കിയ രാജാവും രക്ഷപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വന്ന പാപം നിമിത്തമോ ശാപം നിമിത്തമോ അല്ലെങ്കിൽ ഏതെങ്ങനെയോ ആവട്ടെ നാം രോഗിയായി തീർന്നെങ്കിൽ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് ഈ ബൈബിളിലെ വചനങ്ങളും ആ ഒരു പ്രവർത്തനങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പക്ഷേ ഇവർക്കൊക്കെ കർത്താവ് സുഖം കൊടുത്തിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇനി നിങ്ങൾ പാപം ചെയ്യരുത് എന്ന്. പാപം അധികമായിട്ടിരിക്കുമ്പോഴാണ് ലോകത്തിൽ അധികമായിട്ട് ശാപങ്ങളും രോഗങ്ങളും വന്നു ചേരുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിച്ച നാം, കർത്താവിൽ നിന്ന് സുഖം പ്രാപിച്ച നാം ഇനി പാപം ചെയ്ത് ആ രോഗം നമുക്ക് വീണ്ടും വരാതെ വണ്ണം നാം കർത്താവിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോ പൈതങ്ങളപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, എൻ്റെ ദൈവമേ, ഇവർക്ക് ഒരിക്കൽ പോലും കർത്താവ് രോഗി എന്ന് പറയുവാനോ രോഗശൈലിയിൽ കിടപ്പാനോ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവെ അങ്ങ് കരം പിടിച്ച് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും കർത്താവെ തോറ്റുപോകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലത് കരം പിടിച്ച് കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം വഴി നടത്തണമേ. കർത്താവെ സ്തോത്രം. കർത്താവ്, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ചുരുക്കം കേൾക്കാതെ വിട്ടുപോലെ പല കാര്യങ്ങളുണ്ട് കർത്താവെ. സകലത്തെ ഞങ്ങളുടെ കർത്താവ് തൃപ്പാദത്തിൽ വയ്ക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കൃപയോട് കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.